ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ബിസിനസ് റെഗുലേഷനിൽ പ്രധാനമായിട്ടും 20 ചാപ്റ്റർ ആണുള്ളത്. ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ. അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ലോ എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബിസിനസ് ലോ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ചാപ്റ്റർ 2. അപ്പോൾ നിർബന്ധമായും നമ്മൾ പഠിക്കേണ്ടത് കോൺട്രാക്ട് മീനിങ് ആൻഡ് ഡെഫിനേഷൻ. തീർച്ചയായിട്ടും എന്താണ് കോൺട്രാക്റ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു ഡെഫിനേഷനും പഠിച്ചു വയ്ക്കുക. അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യമുള്ളൊരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ അത് നോക്കി വയ്ക്കുക. സെക്ഷൻ 10 കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന ശരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എഗ്രിമെൻറ്റ് എന്ന് സെക്ഷൻ 2H പറയുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് എഗ്രിമെൻറ്റ് വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ കോർട്ട് ഓഫ് ലോ ഈസ് നോൺ ആസ് കോൺട്രാക്റ്റ്. അല്ലെങ്കിൽ കോൺട്രാക്ട് ഈസ് an agreement between competent parties with a free consent upon a legal consideration and with a lawful object to do or to abstain from doing anything which gives rise to legal obligation of the parties. അപ്പോൾ അവിടെ കോൺട്രാക്ട് എന്താണ് നിർബന്ധമായും പഠിക്കുക. നെക്സ്റ്റ് എഗ്രിമെൻറ്റും എന്താണ് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ അഗ്രിമെൻറ്റ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അതിൽ ആ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. അവർ തമ്മിലുള്ള ആശയവിനിമയം വളരെ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഒരേ ഉദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യം തന്നെ ആയിരിക്കണം, മറ്റേ ആൾക്കും അതേപോലെ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ പ്രോമിസും റെസിപ്രോക്കൽ പ്രോമിസസും, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഒരിക്കലും റെസിപ്രോക്കൽ പ്രോമിസ് ബന്ധപ്പെട്ട് വന്നിട്ട് ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, എന്താണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ തന്നെയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എസെൻഷ്യൽസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ട് ഈസ് ഓഫർ, അല്ലെങ്കിൽ എന്താണ് ലോഫുൾ കൺസിഡറേഷൻ, ഒക്കെ ഓരോ പോയിന്റ് 2 മാർക്കിന്. വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, വാട്ട് ഈസ് ഫ്രീ കൺസെൻറ്റ്, അങ്ങനെ ഇതിന്ന് ഈ ഒരു വരുന്ന ആ എസെൻഷ്യൽ എലമെൻറ്റ്സ് ലോഫുൾ ഒബ്ജക്റ്റ് എന്താണ്, എഗ്രിമെൻറ്റ്, പോസിബിലിറ്റി, സർട്ടനിറ്റി, ഇതെല്ലാം പോയിന്റാണ്. 10 ലീഗൽ ഫോർമാലിറ്റി. അപ്പോൾ 10 പോയിന്റ് ഉണ്ട്. ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇതിലത്തെ ഏതെങ്കിലും ഒരു 2-3 2 മാർക്സിനും ചോദിക്കാം. ഇനി നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ വന്ന ഒരു ടേമാണ് ഓൾ കോൺട്രാക്ട്സ് ആർ അഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ അഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. നോട്ട് ചെയ്തോളുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ, കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാലിഡിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. വാലിഡ് കോൺട്രാക്റ്റ് എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് അഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സബിൾ, ഇല്ലീഗൽ, അൺലോഫുൾ കോൺട്രാക്റ്റ്, ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളാം. അക്കോർഡിംഗ് ടു ഫോർമേഷൻ്റെ ബേസിസിൽ എങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റും അതേപോലെ തന്നെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്, ഈ 3 ടേമുകളും നോട്ട് ചെയ്യുക. പെർഫോമൻസിൻ്റെ ബേസിൽ ഇത് ചോദിച്ചിരുന്നു. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. പിന്നെ ചോദിച്ചതാണ് യൂണിലാറ്ററലും ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഇതെല്ലാം അതിൻ്റെ മെയിൻ പോയിന്റുകൾ എന്താ നോട്ട് ചെയ്ത് വെച്ചിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഡിഫറൻസ് അഗ്രിമെൻറ്റും കോൺട്രാക്റ്റും നിർബന്ധമായും പഠിച്ചോളൂ. ഈ ഡിഫറൻസുകളെല്ലാം നോക്കി വയ്ക്കുക. വോയിഡ് അഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും അതേപോലെ തന്നെ വോയിഡ് അഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റ്, ഇതൊക്കെ ഒന്ന് നോട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടത് കോൺട്രാക്റ്റും അഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 3rd ചാപ്റ്ററിൽ എന്ന് പറയുന്നത് ഓഫർ ഓർ പ്രപ്പോസൽ. നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു ടേം എന്താണ് ഓഫർ, പിന്നെ ഇംപ്ലൈഡ് ഓഫറും എക്സ്പ്രസ് ഓഫർ, സ്പെസിഫിക്, ജനറൽ. ഇനി ഒരു വാലിഡ് ഓഫറിന് വേണ്ട എസെൻഷ്യൽസ് എന്താണെന്നുള്ള പോയിന്റുകൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ചാപ്റ്ററിലും പ്രത്യേകിച്ച് ഒഴിവാക്കാൻ എന്ന് പറയാനില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ഓഫർ ഒന്ന് നോട്ട് ചെയ്യുക. മോഡ് ഓഫ് ഓഫറും സ്റ്റാൻഡിങ് ഓഫർ എന്താണ്, കൗണ്ടർ ഓഫർ, ഇതൊക്കെ 2 മാർക്സിന്. ക്രോസ് ഓഫർ, വാട്ട് ഈസ് ക്രോസ് ഓഫർ എന്താണെന്നുള്ളത്, ആക്സെപ്റ്റൻസ്,
ആക്സെപ്റ്റ് ചെയ്യാനുള്ള എസെൻഷ്യൽ റൂൾസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് ക്വാളിഫൈഡ് ആയിരിക്കുക, കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ ആയിരിക്കുക, വിതിൻ എ റീസണബിൾ ടൈമിനുള്ള ആക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്, എങ്ങനെയാണ് ആക്സെപ്റ്റൻസ് മോഡ് വെച്ചാൽ അതുപോലെ കാണിക്കാം. ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രപ്പോസൽ ദ ടൈം ഓഫ് ദ ഓഫർ, ആ ഓഫറിൻ്റെ സമയത്ത് ആ പ്രപ്പോസൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ആക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് ബിഫോർ ദ ഓഫർ ലാപ്സസ്, ഓഫർ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ആ കാലാവധിയുടെ മുന്നേ തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇനി അതിൽ കമ്മ്യൂണിക്കേഷൻ നോട്ട് ചെയ്തോളാം. കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത്, ഓഫറും ആക്സെപ്റ്റൻസും, റിവോക്കേഷൻ നോട്ട് ചെയ്യുക, റിവോക്കേഷൻ. നെക്സ്റ്റ് പറയുന്നത് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ബൈ ലാപ്സ്, വെൻ ഡസ് എൻ ഓഫർ കംസ് ടു ആൻ എൻഡ്, എപ്പോഴാണ് ഒരു ഓഫർ റിവോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ, ആ പോയിന്റുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളത്. മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കൺസിഡറേഷനാണ്. കൺസിഡറേഷനിൽ എന്താണ് കൺസിഡറേഷൻ, 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കൺസിഡറേഷൻ നോട്ട് ചെയ്തോളുക. അതിൻ്റെ ഡെഫിനേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സൗകര്യമുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാം. എസെൻഷ്യൽസ്, കൺസിഡറേഷൻ എപ്പോഴും പ്രോമിസറുടെ ഡിസൈറിനനുസരിച്ചാണ് വെച്ചാണ് മൂവ് ചെയ്യാം. പിന്നെ ജസ്റ്റ് പാസ്റ്റ് കൺസിഡറേഷൻ എന്താണ്, ഫ്യൂച്ചർ, എക്സിക്യൂട്ടീവ് കൺസിഡറേഷൻ, ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഓർ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ നോട്ട് ചെയ്തോളാം ആ ഒരു പോയിന്റ്. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് 5-ാമത്തെ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. എന്താണ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിർബന്ധമായും പഠിച്ചോളാം. ആരെയാണ് മൈനർ എന്ന് പറയുന്നത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ മൈനറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റൂൾസുകളാണ് ഒരു മൈനറുമായിട്ട് എഗ്രിമെൻറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരെയാണ് അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടൈപ്സ് ഓഫ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡാണ് ഇഡിയറ്റ്, ലുനാറ്റിക്, ഡ്രങ്കൺ, ഇൻടോക്സിക്കേറ്റ്. പിന്നെ നിയമം മൂലം ഡിസ്ക്വാളിഫൈ ചെയ്ത വ്യക്തികൾ, ഫോറിൻ സോവറിൻസ്, ഏലിയൻ എനിമീസ്, കോൺവിക്റ്റ് കാര്യങ്ങൾ, പ്രൊഫഷണൽ പേഴ്സൺസ്, ഇൻസോൾവൻസ്, കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്, വിമൻ. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, മൈനറുമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആരാണ് ഈ ഒരു കോമ്പിറ്റൻ്റ് അല്ലാതെ നമ്മൾ പരിഗണിക്കുന്ന ആളുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ യോഗ്യത കൃത്യമായിട്ട് വേണം അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന വിഭാഗം ഏതൊക്കെയാണെന്നുള്ളത് അത് നന്നായി നോട്ട് ചെയ്തോളുക. കാരണം പലപ്പോഴും എസ്സേയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫ്രീ കൺസെൻറ്റ്. ഇതിനെക്കുറിച്ചൊരു എസ്സേ വരെ ചോദിക്കലുണ്ടായിട്ടുണ്ട്. എന്താണ് കൺസെൻറ്റ്, എപ്പോഴാണ് ഒരു കൺസെൻറ്റ് സെറ്റ് ടു ബി ഫ്രീ ആവുന്നത് എന്നുള്ളത്. അപ്പം എന്തായാലും പഠിച്ചോളുക മീനിങ് ഓഫ് ഫ്രീ കൺസെൻറ്റ് എന്താണെന്നുള്ളത്. അതിൽ കൊയേഷൻ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ത്രെട്ട്, കൊയേഷൻ, ഡ്യൂറസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഡ്യൂറസ് അത് നോട്ട് ചെയ്തോളാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഡോമിനൻ്റ് പൊസിഷൻ, അൺഡ്യൂ. അപ്പോൾ കൊയേഷൻ നോട്ട് ചെയ്യുക, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അതായത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. പിന്നെ പർദാനഷ്യൻ വുമനുമായിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും, ഫ്രോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രോഡിലൻ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ 9 പോയിൻറ്റും കൂടി വരുന്നുണ്ട് ആ ഫ്രോഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അത് ശ്രദ്ധിക്കുക. മിസ്റെപ്രസെൻറ്റേഷൻ, അപ്പോൾ നമുക്ക് കിട്ടുന്ന കൺസെൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം, കൊയേഷൻ ഇല്ലാത്തത്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്, പിന്നെ പർദാനഷ്യൻ വുമൻ, അതേപോലെ തന്നെ ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ് നോട്ട് ചെയ്യാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ വരുന്ന കാര്യങ്ങൾ, ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്,
ബയലാറ്ററൽ മിസ്റ്റേക്ക് തന്നെ എത്ര തരത്തിലുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഒറ്റ ചാപ്റ്ററായിട്ട് എസ്സേയിൽ ചോദിച്ചത് എന്താണ് ഫ്രീ കൺസെൻറ്റ്. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് ഒരാൾ, അതായത് കൊയേഷൻ, ത്രെട്ട്, അണ്ടി ഇൻഫ്ലുവൻസ്, പർദനഷൻ വുമൺ, അതേപോലെ തന്നെ ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതിലൊന്നും കറക്റ്റായിട്ട് അവർക്കെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷനിൽ വരുന്ന അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ. ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ ആവുന്നത് നോട്ട് ചെയ്തോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണത്. അഗ്രിമെൻറ്റ്സ് ഓപ്പോസ് ടു പബ്ലിക് പോളിസി, എക്സെപ്ഷൻസ്, ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ. എക്സെപ്ഷൻസ് ജസ്റ്റ് ആ ഒരു പോയിന്റുകൾ മാത്രമേ നോക്കുക. 8ാമത്തെ ചാപ്റ്റർ വാട്ട് ഈസ് വോയിഡ് അഗ്രിമെൻറ്റ്. ഏതിനൊക്കെയാണ് നമ്മൾ വോയിഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. വേഗറിങ് അഗ്രിമെൻറ്റ് നിർബന്ധമായി നോക്കുക. അൺസർട്ടൺ അഗ്രിമെൻറ്റ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഏതിനാണ് അൺസർട്ടൺ അഗ്രിമെൻറ്റ്, വേഗറിങ് അഗ്രിമെൻറ്റ്, അത് നിർബന്ധം. ഇഫക്ട്സ് ഓഫ് വേഗറിങ് അഗ്രിമെൻറ്റ്. ഇതിൽ മെയിനായിട്ട് എക്സെപ്ഷൻസ് നോട്ട് ചെയ്തോളൂ. എക്സെപ്ഷൻസ്, കമ്പാരിസൺ ബിറ്റ്വീൻ വേഗറിങ് അഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ആ കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യാം. വേഗറിങ് അഗ്രിമെൻറ്റ് എന്തൊക്കെയാണ്, വോയിഡ് അഗ്രിമെൻറ്റ് പറഞ്ഞാൽ ഏതൊക്കെ പെടുന്നുള്ളത് നോട്ട് ചെയ്യുക. വേഗറിങ് അഗ്രിമെൻറ്റ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് 9th 2 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. നിർബന്ധമായും ഡെഫിനേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിൽ റൂൾസ്, പെർഫോമൻസ് ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊന്ന് എന്തായാലും പഠിക്കുക. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റും അതേപോലെ തന്നെ വേഗറിങ് അഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നുള്ളത്, അതാണ് ആ ചാപ്റ്റർ തന്നെ. നെക്സ്റ്റ് വരുന്നത് 10th ചാപ്റ്ററിൽ ക്വാസി കോൺട്രാക്റ്റ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്വാസി കോൺട്രാക്റ്റ്. അതെന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സും ക്വാസി കോൺട്രാക്റ്റ് നോക്കുക. പിന്നെ അതിൽ ടൈപ്സ് ഒരു 5 ടൈപ്സ് വരുന്നുണ്ട്. 5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ഈ ഡിഫറൻസ് എന്തായിരുന്നു പഠിക്കുക, കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്താണ് ക്വാസി കോൺട്രാക്റ്റ്, ഡിഫറൻസ്, അത് പഠിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളായി. ടൈപ്സും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റഡ് പെർഫോമൻസും, അത് രണ്ടും നോട്ട് ചെയ്യാം. എസെൻഷ്യൽസ്, ഒരു ടെൻഡർ വാലിഡ് ആവാനുള്ള എസെൻഷ്യൽസ്. ഹൂം മേ പെർഫോം ദ കോൺട്രാക്റ്റ്, ആരൊക്കെയാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ എലിജിബിൾ ആയിരിക്കുന്നത്, അതൊന്ന് നോട്ട് ചെയ്യുക. പ്രോമിസർ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, പ്രോമിസറുടെ ഏജൻറ്റ്, തേർഡ് പേഴ്സൺ, ജോയിൻറ്റ് പ്രോമിസേഴ്സിനൊക്കെ അത് പ്രോമിസ് പെർഫോം ചെയ്യാം. ഹു ക്യാൻ ഡിമാൻഡ്, ഇനി ആർക്കാണ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുക പെർഫോം ചെയ്യണമെന്ന്, അത് പ്രോമിസിക്ക് ചെയ്യാം, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനും തേർഡ് പാർട്ടിക്കും ജോയിൻറ്റ് പ്രോമിസസിനും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ടൈം ആസ് എസെൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്, അത് നോട്ട് ചെയ്യാം. ഇനി വരാൻ ചാൻസ് വാട്ട് ഈസ് റെസിപ്രോക്കൽ പ്രോമിസസ്, നോട്ട് ചെയ്തോളൂ. റെസിപ്രോക്കൽ പ്രോമിസസ് എന്താണെന്നുള്ളത്. ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്, മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റും, മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റും, മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റും. റൂൾസ് റിഗാർഡിംഗ് റെസിപ്രോക്കൽ പ്രോമിസസ്, അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ്. മെയിനായിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിമാൻഡ് ചെയ്യേണ്ടത് ആർക്കൊക്കെ പെർഫോം ചെയ്യാം, ആർക്ക് ഡിമാൻഡ് ചെയ്യാം, എത്ര ടൈപ്പ് ഉണ്ട്, എന്താണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോയിന്റുകൾ ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. അതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. ഡിസ്ചാർജ് ഓഫ് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ്, നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. 6 പോയിന്റുകളുണ്ട്. അതെ, നൊവേഷൻ എന്താണ്, റെസിഷൻ, മ്യൂച്വൽ കൺസെൻറ്റ്, അപ്പോൾ അതൊക്കെ 2 മാർക്സിന് വലിയ ചോദ്യം വരാം. റെമിഷൻ, ഓൾട്രേഷൻ, വെയ്വർ, എന്താണ് വെയ്വർ, മെർജർ, ലാപ്സ് ഓഫ് ടൈമിൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ, ഡെത്ത്, ഇൻസോൾവൻസി, ഇതെല്ലാം
6 പോയിന്റുകളും അതിൻ്റെ സബ് പോയിന്റുകളുമാണ്. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിൽ ഇനീഷ്യൽ, നോൺ, അൺനോൺ ആയത് സബ്സീക്വൻറ്റ്, സൂപ്പർവീനിങ്, ഡോക്ടർ ഓഫ് ഫ്രസ്ട്രേഷൻ, ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ചും. ആ 2 കാര്യങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റിൽ പറഞ്ഞത്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് 6 പോയിന്റുകളും അതിൻ്റെ ഉള്ളിൽ വരുന്ന സബ് പോയിന്റ് നോട്ട് ചെയ്തോളുക. 13ാമത്തെ ചാപ്റ്ററിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ്. ഇതൊരു എസ്സേ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുണ്ട്. റെമഡീസ് എന്തൊക്കെയാണ് കോൺട്രാക്ട് ബ്രീച്ച്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തതുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു എസ്സേ ചോദിച്ചതാണ്. കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന റെമഡീസ് എന്തൊക്കെയാണുള്ളത്. അത് ഇതാണ് പോയിന്റുകൾ 5 എണ്ണം. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എസ്സേ ചോദിക്കുമ്പോൾ. അപ്പോൾ ഒന്നില്ലെങ്കിൽ റിസഷൻ ചെയ്യുക, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഡാമേജ് വല്ലതും ഉണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. ക്വാണ്ടം മെറിറ്റ് എത്രത്തോളമാണോ നമുക്ക് വന്നിരിക്കുന്നത് ആ എമൗണ്ട് വരേക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെസിഫിക് പെർഫോമൻസ്, അവരിതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും നമുക്കത് ചെയ്ത് വാങ്ങിക്കുക അവരുടെ നിന്ന്, അല്ലെങ്കിൽ ഇൻജങ്ഷൻ നിർത്തി വയ്ക്കാനുള്ള കാര്യങ്ങൾ. ആ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ആ പോയിന്റ് അത്രയും കാര്യങ്ങൾ. ഡാമേജ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് റെമഡീസ്, എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഈ 5 പോയിന്റ് എഴുതിയിട്ട് അതിൽ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ മതിയാവും. പിന്നെ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, ഇതെന്താണ് ലിറ്ററലി മീനിങ് നോട്ട് ചെയ്ത് വയ്ക്കുക. 5 മെയിൻ പോയിന്റ് നിർബന്ധമായിട്ടും പഠിക്കുക. റെമഡീസാണ്, കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ട റെമഡീസാണ്. ഇനി ഇവിടെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇൻഡെംനിറ്റി എന്താണ്, ഗ്യാരണ്ടി എന്താണ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി പഠിച്ചോളുക. എത്ര തരത്തിലുള്ള ഇൻഡെംനിറ്റി ഉണ്ട്, എക്സ്പ്രസ്സും ഇംപ്ലൈഡും, പിന്നെ റൈറ്റ്സ്, ഒരു ഇൻഡെംനിഫയറുടെ റൈറ്റ്സ് അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡിൻ്റെ റൈറ്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചൊരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി കണ്ടത്. ഇൻഡെംനിറ്റി ഹോൾഡറുടെ റൈറ്റ്സ്, ഇൻഡെംനിറ്റി എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ മീനിങ് നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിക്കോളാം. അതേപോലെ തന്നെ ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിച്ചോളുക. കാരണം ഇതും ഒരു എസ്സേ പോലെ തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി. പിന്നെ അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഷുവർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എന്തൊക്കെയാണ് ഷുവർട്ടിയുടെ റൈറ്റ്സ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഷുവർട്ടിയുടെ ഒരു പെർഫോമൻസ് ആൻഡ് ദ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലയബിലിറ്റി. ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് അടുത്തത് ബെയിൽമെൻറ്റ് എന്താണെന്ന് 2 മാർക്സിന് ചോദിച്ചിരുന്നു. വാട്ട് ഈസ് ബെയിൽമെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ബെയിൽമെൻറ്റും ആ ഫീച്ചേഴ്സ് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ്, കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ്, ബെയിലിയുടെയും ബെയിലറുടെയും ഒക്കെ ഡ്യൂട്ടീസും റൈറ്റ്സും നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, റൈറ്റ്സ് ഓഫ് ദ ബെയിലി. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലീൻ. 2 മാർക്സിന് 2 മാർക്സിനും 5 മാർക്സിനും ഒക്കെ ചോദിക്കുക. എന്താണ് ലീനും, അതേപോലെ ലീനിൻ്റെ എസെൻഷ്യൽസ്, ടൈപ്സ് ഓഫ് ലീന്. ഈ ടൈപ്സ് ഓഫ് ലീനിൽ തന്നെ ചിലപ്പം ഏതെങ്കിലും വാട്ട് ഡു യു മീൻ ബൈ പെർട്ടിക്കുലർ ലീൻ ചോദിക്കുക, അല്ലെങ്കിൽ ജനറൽ ലീൻ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, ഡിസ്റ്റിങ്ഷൻ കൂടി പഠിച്ചു വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് എളുപ്പത്തിൽ കിട്ടും. ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്ലെഡ്ജ്, പോൺ അല്ലെങ്കിൽ പ്ലെഡ്ജ് എന്താണെന്നുള്ളത്. പോണർ, പോണി അതാരാണെന്നുള്ളത്, പ്ലെഡ്ജിൻ്റെ എസെൻഷ്യൽസ്. ഇത്ര പ്രാവശ്യവും ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയും ബെയിൽമെൻറ്റും പ്ലെഡ്ജും ഒക്കെ പ്ലെഡ്ജ് അത്ര കണ്ടിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ അധികം ചോദിച്ചു. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. പോണർ, പോണി, പ്ലെഡ്ജ്, അതിൻ്റെ എസെൻഷ്യൽസ്, അവരുടെയൊക്കെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നിർബന്ധമായിട്ടും അത് നോക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ബെയിൽമെൻറ്റും പ്ലെഡ്ജും തമ്മിലുള്ള ഡിഫറൻസ് നോട്ട് ചെയ്തോളാം. ബെയിൽമെൻറ്റും പ്ലെഡ്ജും, അതേപോലെ തന്നെ പ്ലെഡ്ജും ലീനും, പ്ലെഡ്ജും ഹൈപ്പോത്തിക്ക, ഈ 3 ഡിഫറൻസുകൾ നോട്ട് ചെയ്തോളാം. പിന്നെ നോൺ ഓണേഴ്സ് അല്ലാതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയാവും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 16ാമത്തെ ചാപ്റ്ററിൽ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് ഓഫ് എന്താണ് ഏജൻസി, കോൺട്രാക്റ്റിൻ്റെ റൂൾസ്, എസെൻഷ്യൽസ് നോട്ട് ചെയ്തോളാം. ആരാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്, ഏജൻറ്റും സെർവൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഒരു ഏജൻറ്റ് ആവാം,
ഏജൻസി ബൈ എക്സ്പ്രസ് അഗ്രിമെൻറ്റും ഇംപ്ലൈഡും എസ്റ്റോപ്പലും ഹോൾഡിംഗ് ഔട്ടൊക്കെയാണ്. ഏജൻസി ബൈ നെസസിറ്റി, റാറ്റിഫിക്കേഷൻ, ഇത് പഠിച്ചോളൂ. റിക്വിസിറ്റ്സ് എന്തൊക്കെയാണ് ഒരു വാലിഡ് റാറ്റിഫിക്കേഷൻ്റെ റിക്വിസിറ്റ്സ്. പിന്നെ കൈൻഡ്സ് ഓഫ് ഏജൻറ്റ്, എത്ര തരത്തിലുള്ള ഏജൻസ് ഉണ്ട്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഏജൻറ്റ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എസ്എ വരെ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് ഇൻഡെംനിഫിക്കേഷൻ, അതൊക്കെ. ഡ്യൂട്ടീസ് ഓഫ് ഏജൻറ്റ്, ഈ ചാപ്റ്റർ പ്രത്യേകിച്ചൊന്നും വിടാനില്ല. ഡ്യൂട്ടീസ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പ്രിൻസിപ്പൽ, റൈറ്റ്സ് ഓഫ് ദ പ്രിൻസിപ്പൾ, അതേപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ആരെയാണ് സബ് ഏജൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണെന്നുള്ളത്. പിന്നെ ഈ ഒരു ഡിഫറൻസിൽ നോട്ട് ചെയ്യാം. ഇവിടെ ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് തേർഡ് പാർട്ടീസ്, ഇതൊന്നൊരു എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ആ ലയബിലിറ്റീസൊക്കെ പെർഫോം ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ടിട്ട്. പേഴ്സണൽ ലയബിലിറ്റി ഓഫ് എൻ ഏജൻറ്റ് എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കുക. പ്രിറ്റൻഡഡ് ഏജൻറ്റ് ആരാണ്, എങ്ങനെയാണ് ഏജൻസിയെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത്, അതൊക്കെ ഈ ഒരു പോയിന്റ് വരുന്നത്. ഒരു ഏജൻസി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ വാട്ട് ഈസ് ഇറിവോക്കബിൾ ഏജൻസി, എന്തിനാണ് നമുക്ക് ഇറിവോക്ക് ചെയ്യാൻ പറ്റാത്തത്, ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത്. കനോട്ട് ബി റിവോക്ഡ് ബൈ ദ പ്രിൻസിപ്പൽ, ഒരിക്കലും പ്രിൻസിപ്പലിന് അത് റിവോക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ, ഇതൊരു ചാപ്റ്ററൊക്കെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന ഒരു പോർഷൻസ് തന്നെയാണ് ഈ കാര്യങ്ങളെന്ന് പറയുന്ന ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഏജൻസി. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇതെന്ന് ചോദിച്ചിരിക്കുന്ന കോൺട്രാക്ട് ഓഫ് സെയിൽ, ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എഗ്രിമെൻറ്റ് ടു സെല്ല്. ഇനി സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ല് നോട്ട് ചെയ്തോളാം. 9 പോയിന്റ് വരുന്നുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കുക. സെയിലും ഹയർ പർച്ചേസും, സെയിലും ബെയിൽമെൻറ്റും, ഇതെല്ലാം ഏത് വേണമെങ്കിൽ ഡിഫറൻസ് ചോദിക്കാം. സെയിലും മോഡ്ഗേജും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എഗ്രിമെൻറ്റ് ടു സെല്ലാണ് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ സെയില്, ബെയിൽമെൻറ്റ്, അതുപോലെ സെയില്, ഹയർ പർച്ചേസ്, സെയില്, മോഡ്ഗേജ്, അതെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെ കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ ബൈ കണ്ടീഷൻ, നിർബന്ധമായും പഠിക്കുക. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷനും വാറണ്ടിയും. അതേപോലെ ഡിഫറൻസുകൾ രണ്ടിൻ്റെയും പഠിക്കുക. ഡെഫിനേഷൻ ഓഫ് കണ്ടീഷൻ എന്താ പഠിക്കുക, വാറണ്ടി എന്താ പഠിക്കുക, ഡിഫറൻസ് എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ എപ്പോഴാണ് ഒരു കണ്ടീഷനെ നമ്മൾ വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നോക്കുക. ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്, ഇംപ്ലൈഡ് വാറണ്ടി എന്താണ്, ഇതെല്ലാം നിർബന്ധമായി തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കവീറ്റ് എംറ്റർ, കവീറ്റ് എംറ്റർ, അതായത് ബയ്യർ ബിവെയർ, ലെറ്റ് ദ ബയ്യർ ബിവെയർ, വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്. അത് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് കവീറ്റ് എംറ്റർ എന്നുള്ളത്. പിന്നെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, ഗുഡ്സ് ആയിട്ട് കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സെപ്ഷൻസ്, ട്രാൻസ്ഫർ, നോൺ ഓണേഴ്സ്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. അതെന്തായാലും നോട്ട് ചെയ്തോളാം. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പെർഫോമൻസ് ആണ് ഡെലിവറി എന്ന് പറഞ്ഞാൽ. ഇതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഡെലിവറി ഓഫ് ദ ഗുഡ്സ്, ആക്ച്വൽ ഡെലിവറിയും സിംബോളിക് ഡെലിവറിയും കൺസ്ട്രക്റ്റീവ് ഡെലിവറിയും. ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് എന്തൊക്കെയാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ബയ്യർ, ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെല്ലർ, ആ പോയിന്റിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ബയറുടെയും സെല്ലറുടെയും ഡ്യൂട്ടീസും റൈറ്റ്സും പഠിച്ചോളാം. പിന്നെ 2 മാർക്ക് ചോദിച്ചാൽ അൺപെയ്ഡ് സെല്ലർ ആൻഡ് ഓപ്ഷൻ സെയിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എസ് എ വന്നൊരു ടോപ്പിക്ക് കൂടിയാണ് ഇത് തോന്നുന്നു. അൺപെയ്ഡ് സെല്ലർ ആരാണ്, അയാളുടെ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റും കൂടി നോട്ട് ചെയ്തോളുക. പിന്നെ അതിൽ ഓപ്ഷൻ സെയിൽ എന്താണ്, എന്തിനാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്, ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇംപ്ലൈഡ് വാറണ്ടി, ഓപ്ഷൻ സെയിലൊക്കെ. റെമഡീസ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, കോൺട്രാക്ട് ഓഫ് സെയിലിൽ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള റെമഡീസ് ജസ്റ്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. അത്രയൊക്കെയാണ്. ഈ ചാപ്റ്റർ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറയാൻ സാധ്യമല്ല, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ എസ്സേയിൽ വരെ ചോദിച്ചാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ ചോദിച്ചാൽ 2 മാർക്കിനും അതേപോലെ എസ് എ ക്വസ്റ്റിനും 5 മാർക്കിനും ചോദിച്ചാൽ 3 ടൈപ്പിലുള്ള ക്വസ്റ്റിനും ഇവിടെ പ്രതീക്ഷിക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്, അതിൽ
ആക്ടിൻ്റെ ഒബ്ജക്റ്റോ ഫീച്ചേഴ്സോ സ്കോപ്പ് അതിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് ഇല്ല. അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചോദിക്കുന്നുണ്ട്, ചോദിച്ച് കണ്ടു കഴിഞ്ഞ ദിവസം. 16 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് നന്നായി നോക്കുക. സ്കോപ്പാണ്, ആക്ടിൻ്റെ സ്കോപ്പ് എന്താ ചോദിച്ചാൽ ഈ ഒരു 16 പോയിന്റുകൾ എന്താണെങ്കിലും അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കൺസ്യൂമേഴ്സിന് നിർബന്ധമായും പഠിക്കുക. കൺസ്യൂമേഴ്സിന് കിട്ടുന്ന റൈറ്റ്സും റെമഡീസും ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള റൈറ്റ്സ് ആണ് കൺസ്യൂമേഴ്സിനുള്ളത്, അത് എന്തായാലും പഠിച്ചു വയ്ക്കുക. അതേപോലെ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന റെമഡീസ് എന്തൊക്കെയാണ്, കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി എന്താണ്, ആ കംപ്ലൈനിങ് പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അതെങ്ങനെയാണ്, എത്ര തരത്തിലുണ്ട്, സെൻട്രൽ കൺസ്യൂമർ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഈ 3 എണ്ണവും ആണ് നമുക്ക് റിഡ്രസൽ ഏജൻസീസ്. പിന്നെ അതേപോലെ ചോദിച്ച ക്വസ്റ്റ്യനാണ് കൺസ്യൂമർ റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ 3 പ്രൊട്ടക്ഷൻ കൗൺസിൽസും അതിൽ എത്ര വരയ്ക്കൊക്കെയാണ്, എത്ര മെമ്പേഴ്സാണ്, എത്ര രൂപ വരെയുള്ള കേസുകളാണ് അവിടെയൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു പ്രാവശ്യം ഡിസ്ട്രിക്ട് ഫോറം മാത്രം സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെന്യൂറും കമ്മീഷനും നാഷണൽ കമ്മീഷൻ മേക്കിംഗ് കംപ്ലൈൻസ് പെനാൽറ്റീസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്, അതേപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെമഡിയൽ ഏജൻസീസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. കോമ്പറ്റീഷൻ ആക്ട് എന്താണ് മീനിങ് പഠിച്ചോളൂ, ഒബ്ജക്റ്റീവ്സും അതിൻ്റെ സ്കോപ്പും. കോമ്പറ്റീഷൻ ആക്ട് എല്ലാം റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, കോമ്പോണൻസ്. കോമ്പറ്റീഷൻ ആക്ട് ആയിട്ട് മാറിയത് കോമ്പറ്റേറ്റീവ് അപ്പലേറ്റ് അതോറിറ്റി, ഒഫൻസസ്, കോൺട്രവെൻഷൻസ്. ഇവിടെ നിന്നും അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. മെയിനായിട്ടും കോമ്പറ്റീഷൻ ആക്ട് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കോമ്പറ്റീഷൻ അമെൻഡ് ചെയ്തിരിക്കുന്നത് 2020 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺട്രവെൻഷൻസ് ജസ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമ്പറ്റീഷൻ ആക്ട് എന്താണ്, 2002 എന്താണ്, കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്, കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ തന്നെ ഒന്ന് മെയിനായിട്ട് നോക്കി പോവുക. മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സും സ്കോപ്പും ഒക്കെ. ആൻഡ് ലാസ്റ്റ് ഇതൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 20ാമത്തെ ചാപ്റ്റർ റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താണ് ഈ ആക്ടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അതിൽ വരുന്ന ടേമുകൾ റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം, ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് നോട്ട് ചെയ്യുക, ഫീച്ചേഴ്സ്. ഒരു സിറ്റിസൺ, ഈ ഒരു ആക്ട് പ്രകാരം സിറ്റിസണിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പബ്ലിക് അതോറിറ്റീസ് നമുക്ക് ചെയ്തു തരേണ്ടത്, സുവോ മോട്ടോ ഡിസ്ക്ലോഷർ, അത് നോട്ട് ചെയ്തോളുക. എങ്ങനെയാണ് നമുക്ക് ആ ഇൻഫർമേഷൻ സീക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ്റെ എലിജിബിലിറ്റി, ഇനി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസ്, നമ്മൾ ഇത് പ്രകാരം ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റാത്ത ഇൻഫർമേഷൻസിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതിൽ വരുന്ന അതോറിറ്റീസ് നോട്ട് ചെയ്തോളുക. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വരുന്നുണ്ട്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ മൊത്തത്തിലുള്ള പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ എന്ന് പറയുമ്പോഴും ബേബി തേർഡ് സെമസ്റ്റർ ഹാഫ് ഇയറിൽ നോമിനൽ ഡാമേജസ്, അവോയ്ഡബിൾ കോൺട്രാക്റ്റ്, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം റിയൂട്ട്, ഏജൻസി ബൈ നെസസിറ്റി, കൺസ്യൂമർ, ഡിസ്ചാർജ് ബൈ വേവർ, പ്ലഡ്ജ് ഓഫർ, കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, പേഴ്സൺസ് ഇൻവോൾവ് ഇൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ദ ബയർ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പബ്ലിക് അതോറിറ്റി. ഇതെല്ലാം ഒന്ന് പഠിച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. അതേപോലെ തന്നെ 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആസ് മെൻഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമറുടെ റൈറ്റ് എന്താണ്, ബെയിൽമെൻറ്റും പ്ലഡ്ജും, ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. കൺസിഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ റൂൾസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, വേഗറിങ് അഗ്രിമെൻറ്റ്,
ഡോക്ട്രിൻ ഓഫ് കവി ടെംപ്റ്റർ, ഇങ്ങനത്തെ കുറച്ച് ടേമുകൾ ഞാൻ പറയാം. സുവമോട്ടോ, അതേപോലെ കവി ടെംപ്റ്റർ, അതേപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്, അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, RTI ആക്ട് ചോദിച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് എങ്ങനെയാണ് ഇൻഫർമേഷനിലേക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇതെന്തായാലും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിച്ചു പോവാം. വോയിഡ് അഗ്രിമെൻ്റ് എന്താണ്, അഗ്രിമെൻറ്റും വോയിഡ് അഗ്രിമെൻറ്റും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. നോ വൺ ക്യാൻ ട്രാൻസ്ഫർ എ ടൈറ്റിൽ ബെറ്റർ ദാൻ വാട്ട് ഹി ഹിംസെൽഫ് ഹാസ്. ഡിസ്കസ് ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോമ്പോണൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കോൺട്രാക്റ്റും അതിൻ്റെ എലമെൻസും ഓരോ പോയിന്റുകളൊക്കെ. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ലാസ്റ്റിൽ വരുന്ന അതൊന്നായിരുന്നു. അതായത് കോമ്പറ്റീഷൻ ആക്റ്റും കൺസ്യൂമർ പ്രൊട്ടക്ഷനും RTIയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കോൺട്രാക്റ്റ് ഓഫ് ഗുഡ്സ് ഏജൻസി സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഡയറക്റ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, പക്ഷെ അതെല്ലാം പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് ഒക്കെ നോക്കുമ്പം പറയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നല്ലൊരു ടഫ് പേപ്പർ തന്നെ ആയിരുന്നു അത്യാവശ്യത്തിന് ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മളൊന്നും ഒഴിവാക്കി നോക്കാനില്ല. എങ്കിലും ഓരോ ചാപ്റ്ററിലും എടുത്ത് പറയേണ്ട കുറച്ച് പോയിന്റ്, അതായത് ഏറ്റവും കൂടുതലൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരിക്കുന്ന ടേംസുകൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ലാത്തതും ഒന്ന് നോക്കി പോകുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ഈ പറഞ്ഞ ഞാൻ ഇട്ട് തന്ന ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ ഇപ്പം ഇതിൽ ഏറ്റവും ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതെല്ലാം നിർബന്ധമായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊന്ന് ഓടിയിട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക. മെയിനായിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പാസ് നല്ല രീതിയിൽ നല്ലൊരു മാർക്ക്, ഒരു 50-60 മാർക്ക്, 60-70 വരെയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. ഇനി ഒന്നും പഠിച്ചെത്താത്ത ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാം. അതിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് പഠിച്ചാലെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് അത് കവർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.